പ്രിയപ്പെട്ടവരെ, നാട്ടിലെ പ്രവാസി കുടുംബങ്ങളോടും അവരുടെ ബന്ധുക്കളോടുമാണേ, നിങ്ങൾ ഒരിക്കലും ഈ നാട്ടിൽ കാണിക്കുന്ന വാർത്താ ചാനലുകളിലെ വാർത്തകൾ കണ്ടിട്ട് പേടിക്കരുത്. ഇവർ നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് എല്ലായിടത്തും കാണുന്നത്. ഞാനിപ്പം ഒരു 10-15 ചാനലുകൾ കയറി നോക്കിയിട്ട് അവരുടെ തമ്പനയിൽ, അതായത് തലക്കെട്ടാണ് ഈ കാണുന്നതൊക്കെ. ഇതിലിവർ പറയുന്നതെല്ലാം നിങ്ങൾ അപ്പടി വിശ്വസിക്കരുത്. അത് കേട്ടിട്ട് നിങ്ങൾ ആരും അങ്കാലാപ്പിലാവരുത്. ഇവിടെ സാധാരണ പോലെയാണ് ഓരോ ദിവസവും ഇപ്പോൾ കടന്നു പോകുന്നത്. ആദ്യത്തെ ഒരു ദിവസം കുറച്ച് പരിഭ്രാന്തിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ നിങ്ങൾ നോക്കാം, ഇന്നൊരു 3-ാം ദിവസമാണ്, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂമിൽ നിന്നുള്ള പുറത്തോട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിനിടയിൽ നാട്ടിൽ നിന്ന് പലരും വിളിക്കുന്നുണ്ട്, ബന്ധുക്കളായിട്ടും കൂട്ടുകാരായിട്ടൊക്കെ. അപ്പോൾ എന്നെ വിളിക്കുന്നത് പോലെ എത്രയോ ലക്ഷക്കണക്കിന് പ്രവാസികൾ വിളിക്കുന്നുണ്ടാവാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ തൃശ്ശൂരിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനുജനെ വിളിച്ച് കിട്ടാത്തപ്പോൾ എന്നെ വിളിച്ചു. ആളെ വിളിച്ച് കിട്ടുന്നില്ല എന്നൊരു അപ്പറാളപ്പെട്ട് വിളിക്കുകയത്. അപ്പോൾ സത്യത്തിൽ പുള്ളിക്ക് ഇൻ്റർനെറ്റ് കിട്ടാത്തതുകൊണ്ട് പുള്ളി ഒന്ന് കയറി കടന്നുറങ്ങിപ്പോയി. അപ്പോൾ അവിടെയുള്ളവർ ആകെ ടെൻഷനായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളികളായി. പിന്നീട് ഞാൻ വിളിച്ചപ്പോഴും പുള്ളി എടുത്തില്ല ഫോണ്. 6-7 തവണ വിളിച്ചതിന് ശേഷം പിന്നെ തിരിച്ച് വിളിച്ചപ്പോഴാണ് പുള്ളി ഉറങ്ങിപ്പോയത് ഞാൻ അറിയുന്നത്. ഇല്ല, ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകാനിരുന്നതാണ്. അതിനുശേഷം ആൾക്ക് നെറ്റ്വർക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ വിളിച്ച് പറയുക ചെയ്തത്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ എണീറ്റിട്ടുണ്ട്, ഉറങ്ങിപ്പോയതാണെന്ന്. അപ്പോൾ ഇത് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണെന്നാണ് ഞാനിത് പറഞ്ഞത്. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ സന്ധ്യ ആയപ്പോൾ ടൗണിൽ പോയതാണ് ഞാൻ. ആ പോയ സമയത്ത് നിങ്ങൾ കാണാം, റോഡൊക്കെ അധികം തിരക്കൊന്നുമില്ല. ഈ സമയത്തൊക്കെ നല്ല തിരക്കുള്ള, പിന്നെ നോമ്പിൻ്റെ സമയം കൂടിയല്ലേ, ഈ സമയത്താണ് ആളുകൾ സാധാരണ പുറത്തിറങ്ങാറ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർ കുറച്ച് കുറവുണ്ട്. എന്ന ആവശ്യത്തിൽ ആളുകളുണ്ട് താനും ടൗണിൽ. പതിവില്ലാണ്ട് നാട്ടിൽ ഫുൾ ടൈം വാർത്ത വെച്ചിരിക്കുന്ന കുട്ടികൾ പോലും ഇത് കണ്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-12 വയസ്സുള്ള കുട്ടികൾ പോലും ഓരോ മണിക്കൂർ ഇടവിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കൊച്ചു കുട്ടികളെ പോലും പേടിപ്പിക്കുന്ന രീതിയിലാണ് വാർത്ത അവതരിപ്പിക്കുന്നത്. കാണുമ്പോൾ എന്താ വിചാരിക്കുക, കുഞ്ഞുങ്ങൾ വരെ പേടിച്ചു പോകുന്നു. ഇന്നലെ പാതിരാത്രി 1 മണി കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ മിസ് കോള്. തിരിച്ച് വിളിച്ചപ്പോൾ എന്താ, അമ്മയ്ക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം മാർച്ച് 2-ാം തീയതി രാത്രി ഏകദേശം 10 മണി വരെ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല, സാധാരണ പോലെ നീങ്ങുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഡ്രോൺ വരുന്നുണ്ട്, മിസൈൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരൊറ്റയൊന്നും ഭൂമിയിലെത്താൻ വിടുന്നില്ല. മുകളിൽ വെച്ച് തന്നെ എല്ലാം തകർത്ത് കളയുമായിരുന്നു. അതൊക്കെ ഇവിടുത്തെ ഗവൺമെന്റും മിലിറ്ററി സംവിധാനങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കോൺഫിഡൻസ് വന്നത്. അത്തരം വീഡിയോകളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. പക്ഷേ ഇവിടെ എല്ലാം ഭയങ്കര കുഴപ്പമാണെന്നും പറഞ്ഞ് ഭയപ്പെടുത്തുന്നത് ഒരു കാരണവശാലും ഇല്ലാത്തതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ചാനലുകാർ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് അട്ടഹസിങ് കേട്ടിട്ട് നിങ്ങൾ ആരും പരിഭ്രാന്തരാകരുത്. എല്ലാം നല്ലതിനാവട്ടെ, പ്രാർത്ഥിക്കുക. നന്ദി.